ട്രംപ് എന്തിനാണ് വെനസ്വേലനെ അറ്റാക്ക് ചെയ്തത്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ട്രംപ് പറഞ്ഞിരുന്നത് ഐ വാണ്ട് പീസ് ഓൺ എർത്ത് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിച്ചത് ഐ വാണ്ട് പീസ് ഓൺ എർത്ത് എന്നായിരുന്നു. ആദ്യം വെനസ്വേലയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഹെവി ബോംബിംഗ് നടത്തി. അത് കഴിഞ്ഞ് വെനസ്വേല പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മഡൂറോയുടെ വീട്ടിൽ കയറി നൈറ്റ് സൂട്ടിൽ തന്നെ ബന്ദിയാക്കി USA കൊണ്ടുപോയി. USA പറയുന്നത് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് വെനസ്വേല ഇല്ലീഗൽ ആയിട്ട് USA ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണെന്നാണ്. പക്ഷെ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് ലോകം മൊത്തം ഉള്ളവർക്ക് അറിയാം. വെനസ്വേലയുടെ കയ്യിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവ്സ് ഉള്ളത്. ഈ അറ്റാക്കിന്റെ പിന്നിൽ യുഎസിന്റെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയായിട്ട് എക്സോണിന്റെ ഫണ്ടിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നും പലരും പറയുന്നുണ്ട്. കാരണം 2007 വരെ എക്സോണിന് വെനസ്വേലയിൽ നിന്ന് ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് വെനസ്വേല US ആയിട്ട് എല്ലാ ഓയിൽ കോൺട്രാക്ട്സും ക്യാൻസൽ ചെയ്തത്. നിക്കോളസ് മഡൂറോ കൂടുതലും ചൈനയായിട്ടായിരുന്നു ഓയിൽ കോൺട്രാക്ട്സ് ചെയ്തുകൊണ്ടിരുന്നത്. അറ്റാക്ക് ചെയ്ത അന്നേ ദിവസം പോലും പ്രസിഡന്റ് മഡൂറോ ആയിട്ട് ഒരു മീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപ് പവറും പൈസ ഉപയോഗിച്ച് കുറെ അധികം ശ്രമങ്ങൾ നടത്തി ഓയിൽ കോൺട്രാക്ട്സ് കിട്ടാനായി. 2 മാസം മുമ്പ് വെനസ്വേലയിലെ ഒപ്പോസിഷൻ പാർട്ടി ലീഡർ ആയിട്ടുള്ള മറിയ കൊറിനയായിട്ട് US ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കോൺട്രാക്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് ശരിക്കും മഡൂറോ അല്ലേ? പിന്നെ എന്തിനാണ് ഒപ്പോസിഷൻ പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്നത്? ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. മഡൂറോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അമേരിക്കനെ അവിടുത്തെ ജനങ്ങൾ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നെന്ന് വിചാരിക്കേണ്ട. ഇത് കാരണം ചൈനക്കും റഷ്യക്കും ഹെവി ലോസ് ആണ് ഉണ്ടാവുന്നത്. വെനസ്വേലയുടെ ഓയിലിന്റെ 50% മേടിച്ചുകൊണ്ടിരുന്നത് ചൈനയാണ്. യൂറോപ്പ് ചെറുതായിട്ടൊന്ന് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുടിന്റെ വീട്ടില് യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയായിരുന്നു. ഇനിയിപ്പോ റഷ്യക്ക് തിരിച്ചടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ട്രംപ് ഇപ്പൊ പറയുന്നത് വെനസ്വേലയ്ക്ക് ശേഷം ഇനി അടുത്തത് കൊളംബിയ ആണെന്നാണ്. സൗദി അറേബ്യ യമനിലും അറ്റാക്ക് ചെയ്തു. നോർത്ത് കൊറിയ അത്യാവശ്യം അഗ്രസീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വലി ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. ഇത് കാണുമ്പോൾ തോന്നുന്നത് 2025 അല്ല ശരിക്കും ഒരു മോശം വർഷമായിരുന്നു. 2026 എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് ഇനി കണ്ടറിയണം. ഈ ഒരു ചെയിൻ റിയാക്ഷൻ എവിടം വരെ എത്തുമെന്നും ഇത് അടുത്ത ഒരു വേൾഡ് വാർ 3 പോകുമെന്നും പറയാൻ പറ്റില്ല നമുക്ക്.